അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കുഞ്ഞൻ ചക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചക്ക വെച്ചിട്ട് നമ്മൾ ഇന്നൊരു അടിപൊളി ഒരു എന്താ പറയുന്നത് ഒരു 4 മണിക്കൊക്കെ കഴിക്കാനും പറ്റും, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ ഇവിടെ കൂടെ വേണമെങ്കിൽ നമുക്ക് സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സാധനം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചക്ക ചെറിയ ചക്ക മതി, ഇത് പച്ചയാണ് കേട്ടോ, പഴുത്തൊന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഈ മുള്ളൊക്കെ ഒന്ന് ചെത്തി ഒന്ന് മിനുക്കി റെഡിയാക്കി എടുക്കാം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നമ്മളത് കാണിക്കുന്നില്ല. നമ്മൾ ചെത്തി റെഡിയാക്കി ഇപ്പൊ കൊണ്ടുവരാം. നമ്മളെ ചക്കതെ മുറിച്ച് എല്ലാം റെഡിയാക്കി സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലാണ് നമ്മളിത് മുറിച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് അങ്ങ് വലിപ്പം കൂടുതൽ വേണ്ട, പറയാൻ വേണ്ട. അതെ, ഈ ചക്ക മുറിക്കുമ്പോണ്ടല്ലോ എല്ലാവർക്കും അറിയായിരിക്കും, ഇച്ചിരി എണ്ണ തൂത്തിട്ട് വേണം, പിച്ചാത്തിയിലൊക്കെ എണ്ണ തൂത്ത് കയ്യിലൊക്കെ ഇച്ചിരി എണ്ണ തൂത്തിട്ട് വേണം മുറിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിന്റെ ഫെവിക്കോള് കറ കയ്യിലൊക്കെ പറ്റും. അപ്പൊ നമ്മൾ ഇതിപ്പോ വെള്ളം എടുത്തൊരു ചെറിയ ഉരുളിക്കകത്ത് നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ വേകാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് സ്വല്പം നമ്മുടെ എന്താ പറയുക മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് കുക്കറിൽ വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഇതിന്റെ വേവ് കറക്റ്റ് അറിയാമെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ചക്കയാണെങ്കിൽ നമ്മള് കുക്കറിൽ വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. ചിലപ്പോ 1-2 വിസിലൊക്കെ കഴിയുമ്പോൾ ചിലപ്പോ ഇത് ചക്ക പായസമൊക്കെ ഇട്ട് വരും. നമ്മുടെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പൊ ഇങ്ങനെ ചേർക്കുമ്പോഴല്ലോ ഉപ്പ് ഇതിന്റെ അകത്തോട്ട് പിടിക്കും. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി പരിപാടികളിലേക്ക് കൊണ്ടുവരണം. അപ്പൊ വേവിക്കാൻ വെച്ചാൽ നമ്മുടെ ചക്കത അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് സംഭവം. അപ്പൊ ഇനി നമുക്കുണ്ടല്ലോ ഇതൊന്ന് ഊറ്റിയെടുക്കണം, എന്നിട്ട് ഇതൊന്ന് തണുക്കണം. തണുത്തിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം. അപ്പൊ നമുക്കിതൊന്ന് ഒരു വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. അപ്പൊ അതുകൊണ്ട് ഇത് തണുക്കുക ചെയ്യും. തണുത്തിട്ട് വേണം ബാക്കി ഇതിന്റെ പരിപാടികളൊക്കെ ചെയ്യാനായിട്ട്. അതിന്റെ കുരു ഒക്കെ ആണ്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട് നമുക്ക്. അതൊന്നും പ്രശ്നമല്ല, കുഞ്ഞു കുരുവാണ്, കുഴപ്പമില്ല. അപ്പൊ ഇത് നമുക്ക് വാരി ഇതിൻ്റെ അകത്തോട്ട് വെക്കാം. എന്നിട്ട് ഇതൊന്ന് തണുക്കട്ടെ. തണുത്തിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി കലാപരിപാടികളിലേക്ക് കടക്കാം. നമ്മളപ്പോ വേവിച്ചെടുത്ത നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ചക്ക എല്ലാം നല്ല അടിപൊളിയായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് സാധനം. അപ്പൊ ഇനി നമുക്ക് നമ്മളിവിടെ ഒരു ഉരുളിക്കകത്ത് നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം 2 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തോട്ട് നമുക്ക് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മള് ചക്കക്കകത്ത് അത്യാവശ്യം ഉപ്പ് ചേർത്താണ്. അപ്പൊ അതുകൂടെ അനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചാണ്. പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഇത് നമ്മൾ ചതച്ചെടുത്ത സാധനമാണ്. അതുകൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു 1/2 ഇഞ്ചോളം വലിപ്പമുള്ള ഇഞ്ചി പീസും 4-5 അല്ലി വെളുത്തുള്ളി അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. അപ്പൊ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ടല്ലോ, വേറെ ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നമുക്ക് എരിവും കിട്ടും, നല്ലൊരു കളറും കിട്ടും. അപ്പൊ അതിന് കളർ കിട്ടാനായിട്ട് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. അപ്പൊ ഇനി നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാവേ. നമ്മളതൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഗരം മസാല ചേർക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും, ഇനി ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി. നമ്മൾ ചക്കയ്ക്കകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം. ഇത്ര സാധനം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് പെതിയെ മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി ലൂസ് ആകുക വേണ്ട, ഒത്തിരി ടൈറ്റ് ആകുക വേണ്ട, ആ രീതിയിൽ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ഈ മൈദയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്കുണ്ട് നമ്മുടെ കോൺഫ്ലോർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കാനുണ്ടെങ്കിൽ നല്ലൊരു ഫീൽ. പക്ഷെ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക ബോണ്ടിങ് ഇച്ചിരി കൂടുതലായിരിക്കും ഈ സാധനം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പൊ നമ്മുടെ മാവ് ഏകദേശം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ടുണ്ടല്ലോ കുറച്ച് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ മാവിലേക്ക് തന്നെ കറിവേപ്പില കൂടെ ഇട്ട് പാടില്ല, ആ മാവിന് അതിന്റെ ഒരു ടേസ്റ്റ് കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. കൂടുതലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. കറിവേപ്പില കൂടി വന്നു കഴിയുമ്പോഴത്തേക്കുണ്ട് അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യും. അപ്പൊ കറിവേപ്പിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ നന്നായിട്ട് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ഈ ചക്ക ഉണ്ടല്ലോ, അത് ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അതാണ് നമ്മുടെ പരിപാടി. പതുക്കെ നമുക്ക് എല്ലായിടത്തും എന്നിട്ടുണ്ടല്ലോ ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ
അതൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ. അപ്പോഴേ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ ഇട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. അതാണ് നമ്മുടെ പരിപാടി. അതെ, ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ തീ ഉണ്ടല്ലോ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരുപാട് തീയൊന്നും കൂട്ടി വെക്കണ്ട, കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഇട്ട ഉടനെ തന്നെ ഇളക്കല്ലേ, ഇട്ടൊന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രമേ ഒന്ന് ഇളക്കി തിരിച്ച് മറിച്ചിട്ട് നമുക്ക് സാറിന് മറ്റേ ഇതൊക്കെ ചെയ്യുമല്ലോ, ചെയ്ത് നമുക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ചെയ്തെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മളുണ്ടല്ലോ ആദ്യ സെക്ഷൻ നമ്മൾ വറുത്ത് കോരിയായിരുന്നു. അപ്പോൾ നമ്മളത് രണ്ടാമത്തെ സെക്ഷൻ നമുക്കങ്ങ് കോരിയെടുക്കാം. നല്ല ചിക്കൻ്റെ ഒരു ടെക്സ്ചറിൽ, നല്ല വറുത്ത ചിക്കനില്ല ആ ഒരു ടെക്സ്ചറിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് പുറമെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചൂടെ നോക്കാം. നല്ല ചൂടുണ്ട്, ഇതൊന്ന് മുറിച്ചൂടെ നോക്കാവേ. വേണ്ട, ആകെ നല്ല സോഫ്റ്റ്, പക്ഷെ പുറമെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക. അതാണ് നമ്മുടെ ഒരു ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒന്ന് ടേസ്റ്റ് കൂടെ നോക്കണം. അപ്പം നമുക്കറിയാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ചിക്കനൊക്കെ വറുത്തായിട്ട് ടേസ്റ്റാണ് ഇത്. ചിക്കനൊക്കെ ഇഷ്ടപ്പെടുന്ന പിള്ളേരെയൊക്കെ ഉണ്ട്. കിടക്കാഴ്ചയായിട്ട് ചക്കയും ഇഷ്ടപ്പെടും. നല്ല മുരുമുരുണ്ട്. നമ്മളിട്ട കറിവേപ്പിലയുടെ ടേസ്റ്റും ഒക്കെ വരുന്നുണ്ട്. എല്ലാം നല്ല കിടക്കാഴ്ച കിട്ടും. അപ്പോൾ എന്തായാലും ഈ ചക്ക സീസണിൽ ഇതുപോലെ കിടന്ന് ചക്ക എടുത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോ. അടിപൊളി സാധനമാണ്. പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ ചുമ്മാ വീട്ടിൽ ഈ അവധി സമയത്തൊക്കെ കയറി ഇറങ്ങി തിന്ന് നടക്കാൻ പറ്റും. അടിപൊളി സാധനം. വേറെ വെളിയിൽ നിന്ന് സ്നാക്സ് ഒന്നും മേടിക്കേണ്ട കാര്യമില്ല. നമ്മള് വെറുതെ കളയുന്ന ചക്കയായിരിക്കും, പക്ഷെ അത് വെച്ചിട്ട് നല്ല അടിപൊളി സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ എന്തായാലും റെഡിയാക്കിക്കോ. അപ്പൊ റെഡിയാക്കിയിട്ടുള്ളവർ അഭിപ്രായം പറയാ, ഇനി റെഡിയാക്കാനുള്ളവർ റെഡിയാക്കിയിട്ട് അഭിപ്രായം പറയാ. പിന്നെ അതുപോലെ തന്നെ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അതിന്റെ കമന്റ് വേണം. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ കൂടെ ഓൺ ചെയ്യണേ. പിന്നെന്താ, പിന്നെ നമ്മുടെ കൂട്ടുകാർക്കും ഇതുപോലെ പാചകങ്ങൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ള സംഭവം. അപ്പോൾ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കിക്കും. അപ്പം അടുത്ത വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് തന്നെ ചക്ക സീസണിൽ മറക്കാതെ ചെയ്യണം. അതെ, മറക്കാതെ ചെയ്യണം. അപ്പം അടുത്തൊരു വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. അപ്പം എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every